അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മളിതാ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് സ്കൂളൊക്കെ ലീവുള്ളൊരു ഡേ ആണ്. നമ്മുടെ എന്തോ ജയന്തിയാണ്, മന്നം ജയന്തി, അതാണ് കേട്ടോ. അപ്പം അന്ന് സ്കൂളുണ്ടായിരുന്നില്ല. ന്യൂ ഇയറിന് സ്കൂളുണ്ടായിരുന്നു. ഇന്ന് ലീവാണ് കേട്ടോ. നമ്മുടെ ജനുവരി 2 ലീവായിരുന്നു. സോ മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം നമ്മൾ തോട്ടിൽ പോയിട്ട് തിരുമ്പി വന്നിട്ടുണ്ടായിരുന്നു. തിരുമ്പി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നല്ലോണം വാടി കരിഞ്ഞ് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല വെയിലല്ലേ, ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിഥികൾക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ അല്ലേ, ഓൽക്കും കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ വാടി കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാരണം നല്ല വെയിലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ചിമ്മിണീൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് തുടയ്ക്കണം എന്നുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്യാസ് ഇപ്പോൾ തീരാനായതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയും തീയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം നമ്മുടെ വെള്ള കളറൊക്കെ മാറി കറുത്ത കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ ദിവസമൊക്കെ രാവിലെ നമ്മൾ വേഗം നീച്ചിട്ട് തീ കത്തിക്കുമ്പോൾ ഈ ഒരു ഓർമ്മ ഉണ്ടാകുന്നില്ല, ഇത് തുടക്കണം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും അയ്യോ തുടച്ചിട്ടില്ലല്ലോ എന്ന് തോന്നാം. അപ്പോൾ പിന്നെ തുടയ്ക്കാനായിട്ട് ടൈമും ഉണ്ടാവില്ല. അതായത് തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും, പിന്നെ പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, ചോറ് പെട്ടെന്ന് വെക്കൊന്നും വേണ്ടല്ലോ. ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ. എന്നാലും വേണ്ടില്ല, ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു തീക്കനൽ തട്ടിയതാണ് കേട്ടോ. അവിടെ ആ ഒരു കളർ അത് ഉരച്ചിട്ട് പോകണുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് അതാ വീതനയും അടുപ്പും മൂടി കഴുകിയിട്ടില്ല കേട്ടോ. ബാക്കി അടുപ്പും കാര്യങ്ങളും സ്റ്റീലും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വേഗം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇത് അരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റേഷനരി അല്ല, നമ്മുടെ വേവുള്ള അരിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. റേഷനരി ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ ദിവസം രാവിലെ വെക്കാൻ വേഗം വേവാൻ നല്ലത് റേഷനരി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് ടൈം ആയാലും കുഴപ്പമില്ലല്ലോ, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ 6 പേര്. അപ്പോൾ ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഭയങ്കര വേവൊന്നുമല്ല, അതായത് കുറേ ടൈമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട്. റേഷനരി പോലെ എളുപ്പത്തിൽ വേവുന്നില്ല, എന്നാലും അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വെന്ത് കഴിഞ്ഞാലും അങ്ങനെ വലിയൊരു ബലവും കാര്യങ്ങളൊന്നും ഇല്ല. ചില അരികളൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഭയങ്കര ബലമായിരിക്കും, കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഇത് അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ അരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഈ ഒരു പാത്രത്തിൽ മൂടി വെച്ചത് മാവ് അരക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അരച്ച് വെക്കാനുണ്ട്. പിന്നെ ഇന്ന് കറി വെക്കുന്നത് തൊമര ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലേക്ക് തൊമര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് എന്ന് എഴുതിയിട്ട് ഇക്ക കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ സംഭവം. എന്തായാലും ഇത് കുറേ നാളായി കഴിച്ചിട്ട്. അപ്പം ഇന്ന് എന്തായാലും അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കുക്കർ കണ്ടിട്ട് ആരും ഓടി പോകണ്ട കേട്ടോ. ഇതിലൊരു പ്രാവശ്യം പരിപ്പ് കറി വെച്ചിട്ട് കരിഞ്ഞു പോയതാണ്. എന്നിട്ട് ഞാൻ കുറേ ഉരച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മൂടിയും മറ്റേ സംഭവമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുക്കർ എനിക്ക് പാകമാണ് കേട്ടോ. നമ്മൾ കുറച്ച് കറിയൊക്കെയല്ലേ വെക്കണുള്ളൂ, അതുകൊണ്ട് ഇതാണ് എനിക്ക് കറക്റ്റ് പാകം. വലിയ കുക്കർ അങ്ങനെ എടുക്കലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വീതന ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു. വീതന തുടച്ചിട്ടാൽ തന്നെ നമ്മുടെ കിച്ചൺ പകുതി മുക്കാൽ വൃത്തിയായ പോലെയാണ്. ബാക്കി അടിച്ചു വാരലും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും വീതന ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ്. അങ്ങനെ വേഗം കിച്ചൺ വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഫാന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റൂമിലത്തെയും ഹാളിലത്തെയും. അത് റിമോട്ട് ഫാൻ ആണ് കേട്ടോ, റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു ടച്ച് വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കറണ്ട് പോയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഞാൻ ചായ വെച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു വേണ്ട പോവാണ് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ വേഗം ഗ്യാസ് ഓഫ് ചെയ്തിട്ടു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ചായ വേണ്ടല്ലോ പറഞ്ഞിട്ട് ഞാനത് കെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ തൊമരയൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊമര തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കുറേ നാളായി ആ കറി കഴിച്ചിട്ട്. പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വറുത്തും മരക്കലും ഒക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് തൽക്കാലം വെറുതെ കടുക് പൊട്ടിക്കാം, മസാല പോലെ ആക്കിയിട്ട് കടുക് പൊട്ടിക്കാം, പിന്നെ കറിയായിട്ട് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരക്കാതെ, തേങ്ങ അരക്കാൻ കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കറണ്ട് വന്നത്. അപ്പോഴത്തേക്കും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു കറണ്ട് വരുമോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. ടച്ചൊക്കെ വിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ വൈകുന്നേരത്തേക്കാണ്. കുറച്ച് നേരം നമ്മുടെ വീഡിയോ വോയിസ് കൊടുക്കാതെ വീഡിയോ എടുക്കുന്ന ടൈമിലുള്ള ഒരു വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെയാണ് പുളിച്ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് റെസിപ്പി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ചില സമയത്തൊക്കെ പിന്നെ ടിവിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള, അതുകൊണ്ടാണ് അങ്ങനത്തെ ടിവിന്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കാത്തത് കേട്ടോ. പിന്നെ ആ ഒരു വോയിസ് നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തൊമരതാ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു, വെറുതെ ഒന്ന് തൂമിച്ചെടുക്കാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഫാദുക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതാ അടുത്തുനിന്ന് മാറൂല കേട്ടോ. അതേപോലെ തൊമരയും ഗ്രീൻ പീസ് ചെറുപയർ അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ കയറി കുത്തിരിക്കണുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ഗ്യാസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഇത് കടുക് പൊട്ടിച്ച് പിന്നെ പരിപ്പ് വെന്തിട്ട് പരിപ്പ് ഒന്ന് കടുക് പൊട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് പച്ചാൻ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം തീയൊക്കെ കത്തിച്ച് അടുപ്പിൽ തന്നെയാണ് കേട്ടോ പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തീയൊക്കെ കെട്ടതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഗ്യാസിൽ കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗ്യാസിൽ വെച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തീ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേഗം അടുപ്പിൽ തന്നെ, തീ ഉള്ളതുകൊണ്ടല്ല ചകിരി ഉള്ളതുകൊണ്ട് വേഗം തീ കത്തിച്ച് അടുപ്പിൽ തന്നെ വെച്ചിട്ടാ. പിന്നെ നമ്മളെ പുളിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും സവാള തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുള്ളി കുഞ്ഞിതായതോടെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ സവാളയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പെനഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം കുട്ടികളെയൊക്കെ ഒന്ന് കിടത്താൻ വേണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിലത്ത് ഭയങ്കര കളിയായിരിക്കും, ഇല്ലെങ്കിൽ ടി വി ആണായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിരിക്കുമല്ലോ, പിന്നെ ഉറങ്ങി നീച്ചതിൻ്റെ കളിക്കാൻ പോകാമല്ലോ. സ്കൂളിൽ ലീവുള്ള ദിവസം ഇവിടുത്തെ അവസ്ഥ തന്നെയാണ് കേട്ടോ. ഫൈസി രാവിലെ ചായ കുടിച്ച ശേഷം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ചാലും കേൾക്കൂല. നമ്മളെ തറവാട്ടിൻ്റെ അടുക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും കേൾക്കൂല കേട്ടോ. കാരണം അത്രയും അടുത്താണ്. പക്ഷെ ഈ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരമല്ലേ, അതുകൊണ്ട് വിളിച്ചാലും കേൾക്കൂല. അപ്പോൾ രാവിലത്തെ കുറേ കളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളി ഇന്ന് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോറ് വെച്ചിട്ട് കിടക്കാൻ പറയാണ് കേട്ടോ. പിന്നെ തോട്ടിലും പോയിട്ട് കുറേ നേരം കളിച്ചതാണ്. അപ്പം ഇനി വെയിൽ കൊള്ളണ്ടാവാനിട്ട് അങ്ങനെ എത്തിക്കാണ്. പിന്നെ അതാ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് ഫൈസിക്കുട്ടിക്ക് പരിപ്പ് ഇഷ്ടമാണ്, നമ്മുടെ തോമര ഇഷ്ടമല്ല. ഫാദുകുട്ടിക്ക് പരിപ്പ് ഇഷ്ടമല്ല, തോമര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇതും അതും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പുളി പിന്നെ 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാ അവർക്ക് ചോറും വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് വേണം ഇവർ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറക്കി ഞാനൊന്ന് കുളിക്കുമ്പോഴത്തേക്കും ഇക്ക വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.